ഹലോ ഗായ്സ്, ബൈക്കർ റിവ്യൂസിന്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലനാണ്. ആ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമ അങ്ങനത്തെ ആണ്. ബാലൻ ഫസ്റ്റ് വന്നത്, ആദ്യത്തെ ബാലൻ, മലയാളത്തിലെ ആദ്യത്തെ ബാലൻ. അത് ഞാനിതുവരെ കണ്ടിട്ടില്ല. അതെന്തോ ലോസ്റ്റ് പടമാണെന്ന് പറയുന്നത്. അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആ പടം ഇതുവരെ മിക്കവാറും ആരും കണ്ടിട്ടില്ലായിരിക്കും. അങ്ങനെ ഇപ്പോഴത്തെ ബാലൻ ചിദംബരത്തിന്റെ ഡയറക്ഷനിൽ കൊണ്ടുവന്ന ബാലൻ. ജിത്തു മാധവനാണ് അത് എഴുതിയത്. നമ്മുടെ ആവേശമൊക്കെ ഡയറക്ട് ചെയ്ത ജിത്തു മാധവൻ. പുള്ളി ഇടയ്ക്ക് ഒരു കഥയാണോ പ്രൊഡ്യൂസ് ആണോ ചെയ്തത്? ഒരു അനശ്വരയും പിന്നെ നമ്മുടെ അംബാനിയും വെച്ചൊരു പടം എന്തോ പ്രൊഡ്യൂസ് ചെയ്യുകയോ എഴുതുകയോ അങ്ങനെ എന്തോ ചെയ്തായിരുന്നു. ഇതൊരു ചവർ പടമായിരുന്നു, പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് പോട്ടെ, ബാലനെ കുറിച്ച് പറയാം. ഇതൊരു നൈസ് പടമാണ്, ഒരു ക്ലാസ് പടമാണ്. അതായത് കുറച്ച് മാസം പ്രതീക്ഷിച്ചു കൊണ്ടുവന്നും കുറച്ച് സ്പീഡ്, അതായത് ഒരു ഫാസ്റ്റ് പേസിൽ പടം കാണണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ പടം അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കത്തില്ല. കാരണം അവർക്ക് പറ്റിയ ടൈപ്പ് പടമല്ല ഇത്. ഒരു ക്ലാസ് ആണ്, സ്ലോ ആണ്, അങ്ങനെ ഒരു പടമാണ്. പക്ഷെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒക്കെ നൈസായിട്ടാണ് പൊക്കോണ്ടിരുന്നത് ഫസ്റ്റ് ഹാഫ്. പിന്നെ സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് കയറുമ്പോൾ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. ഒരു അരമണിക്കൂർ പുറത്തേക്ക് ഒരു പിക്കപ്പ് ചെയ്യാനൊരു ഒരു ഒരു ബുദ്ധിമുട്ട് പോലെ ഒരു പാടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം അത് കഴിഞ്ഞിട്ടുള്ള നല്ല സ്പേസിലാണ് പോയത്. ലാസ്റ്റ് ഒരു അത്യാവശ്യം നല്ലൊരു ട്വിസ്റ്റ് ഒക്കെ വെച്ചൊരു നല്ലൊരു എൻഡിങ് ആയിരുന്നു അതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോ പറഞ്ഞോണ്ട് തോന്നിയതെന്ന് വെച്ചാൽ ഇതൊരു നല്ല പടമാണ് ഇത്. ആ, ചിദംബരത്തിന്റെ ഹാട്രിക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഫസ്റ്റ് പടം ഇയാളുടെ ജാനേമൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട പടമാണ്. പിന്നെ വന്ന മഞ്ഞുമൽ ബോയ്സ്, അതിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. പാൻ ഇന്ത്യൻ റീച്ച് കിട്ടിയ ഒരു നല്ല പടമായിരുന്നു. നല്ല. പിന്നെ ഇതിന്റെ എടുത്തു പറയാനുള്ളത്, ഇതിനകത്ത് അഭിനയിച്ച ആൾക്കാർ എല്ലാവരും പുതുമുഖങ്ങളാണ്. പക്ഷെ അവരെല്ലാവരും നല്ല എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സിനെ പോലെയാണ് അവർ പെരുമാറിയത്. ബാലനായിട്ട് അഭിനയിച്ച രണ്ട് പിള്ളേരും നല്ല നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഇതിനകത്ത് നായികയും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഫർസാന എന്നെന്തോ ആണ് ആ നടിയുടെ പേര്. പിന്നെ അല്ലാതെ രണ്ട് വേറെ സംവിധായകർ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഒന്ന് ജീൻ പോളിലാരും, ഒന്ന് നമ്മുടെ വിപിൻ ദാസ് അല്ല, ഗിരീഷ് ഷെഡി തന്നെ. രണ്ടുപേരും ഇതിനകത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യമായിട്ട് പറയേണ്ടത്, ഒരു അമ്മുമ്മ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അമ്മുമ്മ നല്ല നൈസായിട്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു അവരുടെ. പിന്നുള്ളത് മ്യൂസിക് സൈഡാണ്. മ്യൂസിക് സൈഡ് പിന്നെ സുധീർ ജാമിനെ കുറിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. പുള്ളി എല്ലാ പടത്തിലും നല്ല കിടിലമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ അവസാനം ഇറങ്ങിയ നമ്മുടെ മോഹൻലാൽ മമ്മൂട്ടി കൂടെ അഭിനയിച്ച പേട്രിയോട്ടില് അത്രയ്ക്ക് എനിക്ക് ഇങ്ങോട്ട് അത് പടത്തിന്റെ ആ ഒരു രീതി കൊണ്ടാണെന്ന് തോന്നുന്നു. ഞാനതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. എനിക്ക് ശ്രദ്ധിക്കാനുള്ള ഇത് കിട്ടിയില്ല. പുള്ളിയുടെ മ്യൂസിക് നല്ലതാണെന്ന് തോന്നുന്നു. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇത് പോയി കാണുക. ചിദംബരത്തിന്റെ ബാലൻ നല്ല പടമാണ്. ഞാനിവിടെ ചെങ്ങന്നൂരാണ് കണ്ടത്. ചെങ്ങന്നൂർ 11:30 ഷോയ്ക്കാണ് കയറിയത്. പക്ഷെ 12 മണിയായിട്ടും അവന്മാർ ഷോ ഇട്ടില്ല. അവസാനം 12 മണിയായപ്പം വേറെ സ്ക്രീനിലാണ് പോയിരുന്നാണ് കണ്ടത്. അരമണിക്കൂർ ലാഗ് വന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെയൊക്കെ ഓരോ രീതികളല്ലേ. അപ്പോൾ ശരി, ഇനി അടുത്ത പടത്തിന്റെ അടുത്ത റിവ്യൂവുമായി, രണ്ടാമത്തെ റിവ്യൂവുമായി വരാം. ഇതുവരെ ബൈ ബൈ.